ഹലോ നമസ്കാരം, എല്ലാവർക്കും ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളുണ്ട് തിരഞ്ഞെടുക്കാനായിട്ട്. ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്നൊരു ഗ്രൂപ്പ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഓക്കെ, നിങ്ങളൊന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർമ്മിക്കുക. എല്ലാ ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങൾ ഈ നിമിഷം വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ്, ഓക്കെ, അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1 അവരുടെ ഭാവി ജീവിത പങ്കാളിയിൽ അവരിഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും? ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് അവരുടെ ഭാവി ജീവിത പങ്കാളിയിൽ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യമേ കാണുന്നു ഒരു സമാധാനം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനും എത്രയും പെട്ടെന്ന് ഒരു സമാധാനം ജീവിതത്തിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിനും നിങ്ങളുടെ ജീവിത പങ്കാളി ഇനീഷ്യേറ്റ് എടുക്കും. ഓക്കെ, അവരതിനു വേണ്ടി പ്രവർത്തിക്കും. അവരാണ് നേതൃത്വം നൽകുക. അതിന് ഏതൊരു പ്രശ്നം വന്നാലും സോൾവ് ചെയ്യുന്നതിനും അതിന് എത്രയും പെട്ടെന്ന് മറികടക്കുന്നതിനും ആ സമാധാനം ഞാൻ കേൾക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നാണ്. ആ സമാധാനം തിരിച്ചു കൊണ്ടുവരിക, ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും അവരാണ് ഇനീഷ്യേറ്റ് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിലല്ലാതെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ, അത് അവർക്ക് വിഷമമുണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു വല്ലാത്തൊരു നിരാശ ഉണ്ടാക്കിയതായിരിക്കാം. എന്നാൽ പോലും അതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പ്രകൃതം ഉള്ള വ്യക്തിയല്ല അവർ. ഓക്കെ, അതിപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളിങ്ങനെ പഴയതായിട്ടുള്ള കഴിഞ്ഞുപോയ നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാതെ നടന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ അവർ നിങ്ങളോട് ആദ്യമേ നിങ്ങളെ എന്താ പറയുക, ആ ഒരു സത്യം നിങ്ങൾക്ക് ബോധിപ്പിച്ച് തരികയാണ്. അതായത് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യണം. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ്, ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്, അത് നിങ്ങൾക്ക് യാതൊരു ഗുണമില്ലാത്ത കാര്യമാണ് എന്നവർ തിരിച്ചറിയുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കാനും നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും അവർ സഹായിക്കും. അപ്പോൾ പൊതുവേ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അതിനാണ് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ. കേട്ടോ, സമാധാനം വേണം ജീവിതത്തിൽ, അതാണ് അവർക്ക് എപ്പോഴും ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും സമാധാനത്തോടെ കൈകാര്യം ചെയ്യുന്നത്, പ്രശ്നം വന്നാലും സമാധാനത്തോടെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു വഴക്ക് നടന്നാൽ പോലും, ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പോലും അവരുടെ ഒരു സമീപനം, അവർ പറയുന്ന രീതി പോലും ഒരു സമാധാനത്തോടെ വളരെ ഒരു പതുക്കെ, ഓക്കെ, ഷൗട്ട് ചെയ്യാതൊക്കെ വളരെ പതുക്കെ അങ്ങനെയാണ് അവർ സംസാരിക്കുക. കാരണം നിങ്ങളുടെ അടുത്ത് അവരെപ്പോഴും, പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത്, ഓക്കെ, അവരെപ്പോഴും ആ ഒരു സൗമ്യത കീപ്പ് ചെയ്യും. അതുപോലെ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്കും എപ്പോഴും ലൈഫിലൊരു സ്വസ്ഥത, സമാധാനം വേണം. അതിനെക്കുറിച്ചൊരു പ്രയോറിറ്റി, അതിനാണ് അവർ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ അതേസമയം എനിക്ക് തോന്നുന്നു അവർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് ഒരുപാട് ഇപ്പോൾ കരിയറിലായിക്കോട്ടെ അവർ വളരെ പോപ്പുലറാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി വളരെ പോപ്പുലറാണ്. അവർ എവിടെ പോയാലും പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് അവർക്ക്. ഓക്കെ, അവരത്രയും ഒരു ഹൈ വൈബ്രേഷനിലാണെന്ന് കാണുന്നു. അപ്പോൾ ഈ വ്യക്തി അത്യാവശ്യം പോപ്പുലർ ആണെങ്കിലും അവർ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളാണ്. പക്ഷെ അതിലങ്ങനെ അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പൊങ്ങച്ചം പോലെ കൊണ്ടുനടക്കുന്ന ഒരാളല്ല. അവർക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. എന്നാൽ അതേസമയം എന്താ പറയുക, ആ ആത്മവിശ്വാസം ഉണ്ടാവും അവർ ഏതൊരു ബിഹേവിയറിലും ഒക്കെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ എന്താ പറയുക, ഒരു അഹങ്കാരമോ പൊങ്ങച്ചോ ഷോ ഓഫ് ഒന്നും ഉണ്ടാവില്ല.
വളരെ ഒരു മെച്ചുവർലിയാണ് അവർ ആ ഒരു പോപ്പുലാരിറ്റി, അവർ ആ ലൈം ലൈറ്റ് എനർജി അവർ ഹാൻഡിൽ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് അവരിൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അഹങ്കാരം കാണിക്കാതിരിക്കുക. അത് എന്താ, അവർക്കറിയാതെ അവർ മാത്രം വിചാരിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതല്ല. അവർ ചെയ്യേണ്ട ഭാഗം അവർ ചെയ്തു, പക്ഷെ അതേസമയം അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ട് എന്ന ഒരു ബോധ്യമുള്ള ആളാണ്. ഓക്കെ, പിന്നെ അവർ ഏതൊരു കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേതൃത്വം, ആ ഒരു കാര്യം, എന്ത് കാര്യം ചെയ്യുന്നതിനും അവർ ഇനീഷ്യേറ്റ് എടുക്കുക. അവരാണ് ആ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ഞാൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ അതിൽ അവർ ഇനീഷ്യേറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അതും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അവരുടെ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അവരെ കാണാൻ വളരെ ഹാൻസം ആയിരിക്കും എന്നും കൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു നാച്ചുറലി ബോൺ ലീഡർ, ജന്മനാ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ്. അത് വളരെ സ്ട്രോങ് ആയിട്ട് അവരിൽ കാണുന്നുണ്ട്. അവർ ജോബ് വൈസിലും അവർ ആ ജോബിൽ ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡോ അല്ലെങ്കിൽ ഒരു ലീഡർ പൊസിഷൻ തന്നെയായിരിക്കും ഡെഫിനറ്റ്ലി. ഓക്കെ, ഒരു മാനേജർ, സീനിയർ മാനേജർ, അങ്ങനെ ഒരു ലെവലിൽ തന്നെയായിരിക്കും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അത്രയും അവർക്കത് നാച്ചുറലാണ്. അവരുടെ അത് വളരെ സ്ട്രോങ്ങും ആണ്. ഓക്കെ, പിന്നെ അവരുടെ ഒരു എന്താ പറയുക, ഏതൊരു സിറ്റുവേഷനിലും അവർ ബിഹേവ് ചെയ്യുന്നൊരു രീതി. ഓക്കെ, അവർക്ക് അവരുടേതായ ഒരു സംസ്കാരമുണ്ട്. അവർ വളർന്നു വന്ന ഒരു സംസ്കാരമുണ്ട്. അതിൽ നിന്ന് ഒട്ടും താഴെ പോവാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും അതിനെ കോംപ്രമൈസ് ചെയ്യാതെ അത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത് ആ സിറ്റുവേഷനിൽ അത് ചിലപ്പോൾ വളരെയധികം ട്രിഗറിങ് ആയിരിക്കാം, വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിരിക്കാം. എന്നാൽ പോലും അവർ ശീലിച്ച ഒരു സംസ്കാരമുണ്ട്. അതിൽ വിട്ട് അവർ പുറത്തേക്ക് പോകില്ല. ഒരു നോബിൾ ക്യാരക്ടർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ പഠിച്ച തറവാടിത്തമുള്ള എന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അവരെ എങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെ ട്രിഗർ ചെയ്താലും അവരതിലേക്ക് പോവില്ല. അതിനനുസരിച്ച് അവരെ ട്രിഗർ ചെയ്യുന്നതനുസരിച്ച് റിയാക്ട് ചെയ്യില്ല. അവരുടെ ആ ഒരു സംസ്കാരത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് അവർ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതുമല്ല. പിന്നെ അത് ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു എന്താ പറയുക, അവരൊരു ഹാൻസം. ഓക്കെ, അവർക്കൊരു വളരെ ഹാൻസമാണ് അവരെ കാണാനായിട്ട്. പിന്നെ കാണുന്നതിൽ അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് മാത്രമല്ല, അവരുടെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ അവരെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആകുക. നിങ്ങൾ വളരെയധികം ഒരു ഹാപ്പിനെസ്, ഒരു റിലാക്സ്ഡ് എനർജി, ഒരു സേഫ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ. നിങ്ങൾ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ പങ്കാളിയെല്ലാം ഹാൻഡിൽ ചെയ്യും. അത്രയും ഒരു പ്രൊട്ടക്റ്റീവ് എനർജി അവർക്കുണ്ട്. അത് നിങ്ങൾ അവരിൽ നിന്ന് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ പ്രസൻസിലായിരിക്കും നിങ്ങൾ വളരെ ഫ്രീ ആണ്, വളരെ റിലാക്സ്ഡ് ആണ്. ഓക്കെ, അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യും, ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തവർക്ക് എന്തോ, അങ്ങനത്തെ ഒരു ചിന്തയും ഇല്ലാത്ത നിങ്ങൾക്ക് നിങ്ങളാകാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു ക്യാരക്ടർ, അതും അവരുടെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഏതൊരു കാര്യത്തിലും മുതിർന്നവരെ ആദരിക്കുക, ബഹുമാനം കൊടുക്കേണ്ടടുത്ത് ബഹുമാനം കൊടുക്കണം, ആ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക. ഓക്കെ, സെൽഫ് റെസ്പെക്റ്റും ഉണ്ട്, അതുപോലെ മറ്റുള്ളവരോട് ആ റെസ്പെക്ട്ഫുള്ളിയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ആ ഒരു ക്യാരക്ടറും നിങ്ങൾക്ക് അവരുടെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എന്താ പറയണ്ടേ, എന്തൊക്കെ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റോ ഡിസഗ്രിമെൻറ്റോ ഉണ്ടായ, പ്രത്യേകിച്ച് ഫാമിലിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവരതിൽ സോൾവ് ചെയ്യുന്ന രീതി, അതിൽ ഇടപെടുന്ന ഒരു രീതിയുണ്ട്, അത് സോൾവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് അവർക്ക്. ഓക്കെ, അതും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവർ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി അല്ലെങ്കിൽ അത് മൂവ് ഓൺ ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു ഇടപെടൽ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഒരു തരത്തിലും വഴക്കിൽ എൻകറേജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവരത് എൻകറേജ് ചെയ്യുന്നില്ല. അതിപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്നല്ല കേട്ടോ കാണുന്നത്, കുടുംബത്തിൽ നിന്നാണ് കാണുന്നത്. എന്തെങ്കിലും ഒരു ഡിസഗ്രിമെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയതൊന്നും ആവണമെന്നില്ല, ചെറുതായാലും അവരൊരു ക്യാരക്ടറാണ്. ഒരാൾ ഇടപെടുമ്പോൾ വളരെ സൗമ്യമായിട്ടാണ് ഇടപെടുക. എന്നാൽ അത് വളരെ പെട്ടെന്ന് ഇഷ്യൂ സോൾവ് ചെയ്യുകയും ചെയ്യും. അതിനെ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക, അവോയ്ഡ് ചെയ്യല, അതിൽ ശരിക്കും ഇൻവോൾവ് ആയി അതിന് വേണ്ടുന്ന ആ ഒരു സൊല്യൂഷൻ, ഓക്കെ, അതിൻ്റെ പ്രശ്നം എന്താണ്, അതിന് പരിഹാരം കണ്ടെത്തി അത് വേഗം തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു ഇടപെടൽ കൊണ്ട് സാധിക്കും. അപ്പോൾ അവരെപ്പോഴും എന്തും, അത് പ്രത്യേകിച്ച് ഫാമിലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരു ഡിസഗ്രിമെൻറ്റ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയോറിറ്റി എപ്പോഴും ഫാമിലിയുടെ ബോണ്ടിങ് അത് സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഫാമിലി ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് കണ്ടിന്യൂ ചെയ്യണം.
ആ ഒരു കണക്ഷൻസ് ഒക്കെ എപ്പോഴും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇത് മുന്നേ കണ്ടുകൊണ്ടാണ് അവരെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും അതിന് പരിഹാരം കാണുമ്പോഴും അവരുടെ മനസ്സിലെപ്പോഴും ഇതാണ് പ്രയോറിറ്റി. അപ്പോൾ അതെപ്പോഴും അതനുസരിച്ച് തന്നെ അവർക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ അവർ ഫേസ് ചെയ്തു, ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ചാലഞ്ച് വന്നു, ഒരു കോമ്പറ്റീഷൻ, ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് ആ ചാലഞ്ച് കാണുമ്പോൾ പതറിപ്പോകുന്ന ഒരാളൊന്നുമല്ല. ഓക്കെ, അതിലെന്നാൽ എന്താ പറയുക, വല്ലാണ്ട് ടെൻഷൻ അടിക്കുക, പിന്നെ ബാക്കി എല്ലാവരോടും ദേഷ്യപ്പെടുക, അങ്ങനത്തെയും ഇല്ല. അതായത് അവരൊരു സ്ട്രെസ് ഉണ്ട്, ആ സ്ട്രെസ് ബാക്കി എല്ലാവരിലേക്കും കൊടുക്കുക, അങ്ങനത്തെയും ഒരു ക്യാരക്ടറല്ല. എത്ര സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷൻ ആണെങ്കിലും ഫാമിലിയിൽ ആ ഒരു സമാധാനവും സന്തോഷവും നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഒരു പോസിബിലിറ്റി ഉള്ളത് അവർ ചിലപ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചിലപ്പോൾ ഷെയർ ചെയ്യാതിരിക്കും. അത് നിങ്ങൾക്ക് ആ ടെൻഷൻ വേണ്ട, നിങ്ങൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അവർ ആ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ അവരോട് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ അവർ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. അത് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും, ചിരിയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അവരിലൊരു സൈലൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കേണ്ടത് നിങ്ങൾ പറയണം. അതായത് എന്നോട് പ്രശ്നം ഷെയർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയണം. മനസ്സിലായോ? ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ അതൊരു അഷ്വറൻസ് കൂടിയാണ് അവർക്ക് എന്താ വെച്ചാൽ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല, നിങ്ങൾ അനാവശ്യമായി ടെൻഷൻ അടിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അവരതിന് പുറത്തേക്ക് വരും, ഡെഫിനറ്റ്ലി അതിൽ എന്ത് പ്രശ്നം എന്ത് ചാലഞ്ച് ഉണ്ടെങ്കിലും അതിനെ മറികടക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ അത് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടാക്കിയാൽ പോലും അവരെ ടെൻഷൻ മറ്റുള്ളവരിലേക്ക്, ആ ഒരു സ്ട്രെസ് മറ്റുള്ളവരിലേക്കും കൂടെ കൊണ്ടു കൊടുക്കുക. അതുപോലെ തന്നെ അവരെ സ്ട്രെസ് കൊണ്ടും അവരിയ്ക്കുന്ന സിറ്റുവേഷന് വല്ലാതെ ഒരു എന്താ പറയുക നെഗറ്റീവിൽ എഫക്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. ചിലർക്കുണ്ടല്ലോ, അവർക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ വീട്ടിലും വഴക്ക്, കാണുന്നവർക്കൊക്കെ വഴക്ക്, എല്ലാവരുടെയും ദേഷ്യം, അതിൻ്റെ എല്ലാവരുടെയും എനർജീനെ അവർ ഡിസ്റ്റർബ് ചെയ്യും, എല്ലാവർക്കും ഒരു അസ്വസ്ഥത കൊടുക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല ഇവരുടെ. ഓക്കെ, വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഴിവൊക്കെ ഉള്ള ആളാണ് എന്ന് കാണുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയണ്ട, പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. എന്തൊരു കാര്യം പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിൽ വളരെ അവരെ കംപ്ലീറ്റ്ലി അതിൽ ഇൻവോൾവ് ആയി, അത്രയും അവർ അതിൽ എന്ത് ചെയ്യും, ഇൻവോൾവ് ആയി അതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ വളരെ എക്സൈറ്റഡ് ആകുന്ന ഒരാളാണ്. അത് ഇത്തിരി ചാലഞ്ചിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും അവർ വളരെ എക്സൈറ്റഡ് ആണ് എന്ന് ഞാൻ കാണുന്നു. പിന്നെ അവർക്ക് എന്താ പറയാ, ഓക്കെ, അവർക്ക് എന്താ പറയുക, ഒരു തരത്തിൽ അവരൊട്ടും എൻകറേജ് ചെയ്യാത്ത ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറാണ്. മറ്റുള്ളവരെ വഞ്ചിക്കുക, ചതിക്കുക, ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാം, പിന്നെ കള്ളം പറയുക, ഓക്കെ, സത്യങ്ങൾ മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രഹസ്യ സ്വഭാവം, ഓക്കെ, അനാവശ്യമായ രഹസ്യ സ്വഭാവം. പക്ഷെ അതൊക്കെ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അവരതൊന്നും ഒട്ടും ടോളറേറ്റ് ചെയ്യില്ല, അവരതൊന്നും ടോളറേറ്റ് ചെയ്യാത്ത ഒരാളാണ്. പിന്നെ ഒരു എന്താ പറയാ, ആ ഒരു ക്യാരക്ടർ ഉള്ളവരെയും അവരകറ്റി നിർത്തും എന്നും കൂടി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇവരെ ചതിക്കാൻ ഇവർ വളരെ വളരെ ഷാർപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കരിയർ സിനാരിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും ഇപ്പോൾ അവർക്ക് പരിചയമുള്ള ആരെ വേണേലും ആവുമല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു പറ്റിക്കാനോ അല്ലെങ്കിൽ ഇവരെ ഒരു യൂസ് ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ അത് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആരെങ്കിലും കള്ളം പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ ചൂഷണം ചെയ്യാനോ ഇവരെ ചതിക്കാനോ ഒരു ശ്രമം ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാനായിട്ട് ഇവർ വേണ്ട പ്രിക്കോഷൻസ് ടൈമിനെടുക്കും. അത് അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, വേറെ ആരുടെ ലൈഫിലാണെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യമാണ് ഞാനിവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളിങ്ങനെ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കുകയാണ്, ഓക്കെ, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അവരുടെ വൈഫിനെ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെ കുറച്ച് പ്രശ്നമാണ്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുത്താൻ സാധ്യതയുണ്ട്
എന്നൊക്കെ മനസ്സിലാക്കി അവർ കൃത്യമായി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സൂക്ഷിക്കണം, ആളെ സൂക്ഷിക്കണം, അവരുടെ ആ രീതി ശരിയല്ല, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം, നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരും. നിങ്ങളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസെപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രിക്കറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായിരുന്നതിൽ നിന്ന് സുഖമായിട്ട് നിങ്ങൾക്ക് ഒഴിവാകാനായിട്ട് സാധിക്കും. ഓക്കെ, അത് അവരുടെ ഒരു എന്താ പറയേണ്ട ഒരു ടാലൻ്റ് തന്നെയാണ്. അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അവരെപ്പോഴും ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള പേഴ്സൺ. അവരവരുടെ ജീവിതത്തിലെ എന്താ പറയുക, പലപ്പോഴും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഈ ഒരു ചതി വഞ്ചന ഒക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ കോഷ്യസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് അവരുടെ ജീവിതത്തിൽ. മാത്രമല്ല അവർക്ക് പ്രിയപ്പെട്ടവരും ഇതുപോലെ ഒരു ചതിയിലോ വഞ്ചനയിലോ പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നും കൂടെ കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നിങ്ങളൊരിക്കലും ഒറ്റപ്പെട്ട് ഇരിക്കാൻ അവർ അനുവദിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ലോൺലിനെസ്, ഒറ്റപ്പെടൽ നിങ്ങൾ ഒരിക്കലും അനുഭവിക്കില്ല. കാരണം അവരത് ഉറപ്പ് വരുത്തും, ഏതാവശ്യത്തിനും നിങ്ങളുടെ കൂടെ അവരുണ്ട്, ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ കൂടെ അവരുണ്ട് എന്ന് ഉറപ്പ് വരുത്തും. കാരണം ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവരത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഭീകരത അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതിലൂടെ പോകാനായിട്ട് അവരൊട്ടും അനുവദിക്കില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ വേറൊരു ക്യാരക്ടറാണ് ബ്രേക്ക്. അത് ഒരുപാട് പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, എപ്പോഴും ജോലി എടുക്കുക അങ്ങനെയല്ല. അവർ ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് അതൊരു വല്ലാതെ ക്ഷീണമാകുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അവർ ടയേർഡ് ആകുന്നു എന്ന് തോന്നുമ്പോൾ, ആ ഫെറ്റീഗ്നെസ് വരുന്നു എന്ന് കാണുമ്പം അവർ ബ്രേക്ക് എടുക്കും. ഡെഫിനറ്റ്ലി അത് അവർ മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിലും നിങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരാളായിരിക്കാം. ഓക്കെ, ഓവർ വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അവർ ഓർമ്മിപ്പിക്കും, ഇപ്പോൾ ബ്രേക്ക് എടുക്കണം, ഓക്കെ റെസ്റ്റ് എടുക്കൂ, കുറേ നേരമായി ചെയ്യണു. അത് നിങ്ങൾ ഭയങ്കര കെയറിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത്, ഒരു അസുഖം വരാൻ പാടില്ല, അങ്ങനെയൊക്കെ കണ്ടിട്ടാണ്, നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ പാടില്ല, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നിങ്ങളെ അവർ അത്രയും ഒരു കൺസിഡറേറ്റും അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പേഴ്സണാണ്. വളരെയധികം ഒബ്സർവ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഒരു പേഴ്സണാണ്. പിന്നെ വളരെ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ പ്രകടിപ്പിക്കാൻ മടിയില്ലാത്ത ഒരാളാണെന്നും കൂടെ കാണുന്നു. ഓക്കെ, പിന്നെ ഏതൊരു കാര്യത്തിലും സഹായിക്കാനും കൂടെ നിൽക്കാനും അവരൊക്കെ തയ്യാറായിരിക്കും, എപ്പോഴും തയ്യാറായിരിക്കും. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനും പണം സമ്പാദിക്കാനും മാത്രമല്ല ആസ്വദിക്കാനും കൂടി ഉള്ളതാണ്. അങ്ങനത്തെ ഒരു വിശ്വാസമുള്ളത്, അതുപോലെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അവർ ഹൈലി സ്പിരിച്വൽ ആണെന്ന് കാണുന്നു. ഓക്കെ, റിലീജിയസ് ഇതൊക്കെ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നത് വളരെ കുറവായിട്ടായിരിക്കാം, പക്ഷെ ഹൈലി സ്പിരിച്വൽ ആണ്. ഒരുപാട് ഇങ്ങനെ സ്പിരിച്വലിൽ ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ അറിയുന്ന, അത്രയും അറിവുകളുള്ള ഒരാളാണെന്ന് കാണുന്നു. അപ്പോൾ അവരാ ഒരു സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ അവരാ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഈശ്വരനെ സമീപിക്കുന്ന, ഈശ്വരനെ കണക്ട് ചെയ്യുന്ന രീതി, ഓക്കെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് അവരെ വളരെ ഇഷ്ടമാണ്. അവരെ പിന്നെ അവരത് അവരുടെ ഒരു ഇന്നർ ഗൈഡൻസ് ഫോളോ ചെയ്യുക, അവർക്ക് കൃത്യമായിട്ട് അവരുടെ സൈക്കിക് ഗിഫ്റ്റ്സിനൊക്കെ അക്നോളജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ഇന്നർ ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് അവരിപ്പോഴും മുന്നോട്ട് പോവുക. ഓക്കെ, അത് അവരെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നൊരു കാര്യമാണ്. പിന്നെ വളരെ അസാധ്യ മനോധൈര്യമുള്ളൊരു വ്യക്തിയാണ്. എന്തൊക്കെ പ്രശ്നം വന്നാലും അവൻ പെട്ടെന്ന് തളരുന്ന ഒരാളല്ല. അതും നിങ്ങൾക്ക് അവർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അതിനോടൊപ്പം തന്നെ നല്ലൊരു സുഹൃത്തായിരിക്കും നിങ്ങളുടെ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ വലിയ വിജയങ്ങളൊക്കെ ആഘോഷിക്കാനും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കും. നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. പിന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു ക്യാരക്ടറാണ് ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. പക്ഷേ ബാക്കിയുള്ളവരുടെ അടുത്തും ഒരു ഫ്രണ്ട്ലി എനർജിയാണ് അവർക്ക്. ഓക്കെ, ഒരു എന്താ പറയുക, നല്ലൊരു രീതിയിൽ നമ്മൾ ഫസ്റ്റിലേ കണ്ടു അവർ വളർന്നു വന്നൊരു സംസ്കാരമുണ്ട്. ആ ഒരു രീതിയിൽ ആ നോബിൾ ക്യാരക്ടറാണ് അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഒരു ഫ്രണ്ട്ലി എനർജിയാണ് അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഭാവിയിൽ ജീവിത പങ്കാളിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പോകുന്ന ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ക്ലൂസ് ആണ് ലഭിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ക്ലൂസ് ആണ് നൽകാനായിട്ട് സാധിക്കുക. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സീസൺസ് കിട്ടിയിട്ടുണ്ട്. ഓട്ടം സീസൺ, ഫോൾ സീസൺ, പിന്നെ സമ്മർ സീസൺ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസണുകളായിരിക്കാം കേട്ടോ. 2 സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്, ലിയോ, പൈസീസ്. ഈ 2 പ്ലേസ്മെൻറ്റ് അവരുടെ സൺ മൂൺ റൈസിങ്ങിൽ ഉണ്ടായിരിക്കാം. പിന്നെ വ്യാഴാഴ്ചയും ബുധനാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേതെങ്കിലും ദിവസമായിരിക്കും അവർ ജനിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട്. അവരുടെ ജനന തീയതി ഇതിലേതിലൊന്നായിരിക്കാം കേട്ടോ. 1, 11, 16, 29. ഓക്കെ, പിന്നെ നമുക്ക് 29 അവരെ വയസ്സാവാമെന്ന് കേട്ടു. പെട്ടെന്ന് അങ്ങനെ കേട്ടതാണ്. അപ്പോൾ അത് റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക. 29 നിങ്ങളിൽ ചിലരുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് കേട്ടത്, 29. ഓക്കെ, ഇനി നമുക്ക് ആൽഫബറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, അവരുടെ മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അതുപോലെ അവരുടെ പേരിൽ അവരുടെ ഫസ്റ്റ് നെയിമിലുള്ള ലെറ്റേഴ്സ്, അതൊക്കെയാണ് ഈ ഒരു ആൽഫബറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ക്ലൂസ്. ഇപ്പോൾ T, I, X, B, Y, Q, K. ഓക്കെ, ഇനി 3 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർ ജന്മമാസത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. മെയ് മാസം, ഒക്ടോബർ, സെപ്റ്റംബർ. ഓക്കെ, സെപ്റ്റംബർ. അപ്പോൾ സെപ്റ്റംബറിന് ഇവിടെ വയ്ക്കാം. അപ്പോൾ കാണൂലേ? യെസ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ റെക്കമെൻഡേഷനാണ് മലയാളത്തിലും കൂടെ ചെയ്യണം എന്ന്. അപ്പോൾ ഇപ്പോഴാണ് ചെയ്തത്. കുറച്ച് നേരം വൈകി, എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഞാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ റെക്കമെൻഡ് ചെയ്തതിനും ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൽ, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ഭാവി ജീവിത പങ്കാളിയിൽ അവർ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഓക്കെ, ക്ഷമാശീലമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ നിങ്ങളുടെ ജീവിത പങ്കാളി. നമുക്ക് ടെമ്പറൻസ് കാർഡാണ് ആദ്യം തന്നെ കിട്ടിയത്. പിന്നെ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അവർ എല്ലാവരിലും ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നൽകുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ആ ഒരു എനർജി അത് വളരെ പെക്യുലറാണ്, എല്ലാവരിലും ഉണ്ടാവില്ല. അതായത് അവരെ ആരുടെയെങ്കിലും കൂടെ മറ്റുള്ള വ്യക്തികൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ അവരും കൂടി ഉണ്ടെങ്കിൽ അവിടുത്തെ എനർജി വളരെ പോസിറ്റീവായിരിക്കും. കൂടുതലൊരു സമാധാനം. നമുക്ക് ചിലരോട് വർത്താനം പറയുമ്പോൾ നമുക്കൊരു സമാധാനവും ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുക അല്ലേ? പക്ഷെ അതെല്ലാവരോടും ഇല്ല. ചിലരോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും ക്ഷീണവും ടെൻഷനും ഒക്കെ വരിക അല്ലേ? അല്ലെങ്കിൽ ചിലരോട് വർത്താനം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷനാണ് വരിക. അത് അവരുടെ എനർജിയാണ്. പക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എനർജി വളരെ പോസിറ്റീവാണ്. പോസിറ്റീവ്ലി മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സമാധാനം, ഒരു വല്ലാത്തൊരു സുഖമാണ്. ഓക്കെ, ഒരു വളരെ പോസിറ്റീവ് എനർജിയാണ് അവരിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചേരുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ കാണുന്നു. നിങ്ങളോട് എനർജറ്റിക്കലി അലൈൻഡ് ആയിരിക്കുമെന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. നിങ്ങൾക്ക് ആ ക്യാരക്ടർ വളരെ ഇഷ്ടമാണ്. അത് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ ക്ഷമാശീലം നിങ്ങൾക്കൊരു ക്യാരക്ടറായിട്ട് പറയാം. പക്ഷേ ആ ഒരു എനർജിയുടെ കാര്യം അതവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതും അവരുടെ ഒരു എഫേർട്ടിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്ന് കാണുന്നു. പിന്നെ വളരെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു റൊമാൻറ്റിക് ജെസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരു സർപ്രൈസ് ഡേറ്റ് പ്ലാൻ ചെയ്യുക, ഹോളിഡേ പോവാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സർപ്രൈസ് ഡിന്നറോ ഒക്കെ ഒരുക്കുക. പിന്നെ നിങ്ങളുടെ ഒരു ജന്മദിനമായിക്കോട്ടെ, ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി, അതൊക്കെ ഓർത്ത് വയ്ക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ ഓർത്ത് വെച്ച് അത് ആഘോഷിക്കുക. ഓക്കെ, അത് എന്താ പറയുക,
നിങ്ങൾക്ക് സന്തോഷമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് അതൊക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ ഒരു അതൊക്കെ അവർ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, സ്നേഹം ഉണ്ടെന്നുള്ളത് ഉള്ളിൽ വെച്ചിട്ട് പുറമേ ഒരു മാതിരിയായിട്ട് പെരുമാറുന്നത് അതൊട്ട് സ്നേഹമല്ല, അത് മനസ്സിലാക്കാൻ തന്നെ അത് സ്നേഹമല്ല. ആ സ്നേഹം ഉള്ളിലുണ്ടെന്ന്, എനിക്ക് സ്നേഹം ഉള്ളിലുണ്ട്, അത് പറയാൻ ആർക്കെല്ലാം എളുപ്പമാണല്ലോ, ഇല്ലെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാമല്ലോ. പ്രവൃത്തിയിലും കൂടി ഉണ്ടാകുമ്പോഴാണ് അത് ശരിയാകുന്നത്. ഓക്കെ, അപ്പോഴാണ് അത് വാസ്തവമാകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിത പങ്കാളി എങ്ങനെയാണ്, ആ സ്നേഹമുള്ളത് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോട് വളരെ സ്നേഹമായിരിക്കും എന്ന് കാണുന്നു. പിന്നെ ഒരു സമാധാനം നിറഞ്ഞ ജീവിതമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കാം. അവർ വളരെ നിങ്ങളെ ഒരു പങ്കാളി എന്ന നിലയിൽ നിങ്ങളെ വളരെയധികം, അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വ്യക്തിയാണ്, അവരുടെ പങ്കാളി ആകുന്നതിനപ്പുറം നിങ്ങളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എന്താ പറയുക സ്പേസ് ഉണ്ട്, പേഴ്സണൽ സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിനൊക്കെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, അത് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എന്ന് കാണുന്നു. ജീവിതത്തിൽ അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും, അല്ലെങ്കിൽ അവർക്ക് മാറ്റങ്ങളും, നല്ല നല്ല മാറ്റങ്ങളും, അവരെ ആഗ്രഹങ്ങളൊക്കെ, അവർ പല കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ഇത് ഷാഠ്യമില്ല, ഇതിങ്ങനെ തന്നെ നടക്കണം, അങ്ങനത്തെ ഷാഠ്യമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ സ്വീകരിക്കാൻ മനസ്സുള്ള ഒരാളാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന രീതിയിൽ നടക്കണം എന്നായിരുന്നു, അങ്ങനെ നടന്നില്ല, അതുകൊണ്ട് എനിക്ക് സന്തോഷമില്ല, അങ്ങനെയല്ല. ആ വരുന്ന കാര്യം അതൊരു നല്ല കാര്യമാണ് സംഭവിച്ചത്, അതൊരു സന്തോഷം തരുന്ന കാര്യമാണ് സംഭവിച്ചത്, ആളെ സംബന്ധിച്ചൊരു അനുഗ്രഹം നടന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ സന്തോഷിക്കുകയും ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ കൃത്യമായി അത് നോട്ട് ചെയ്യുകയും അതിൽ ആനന്ദം പ്രകടിപ്പിക്കുകയും ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അവരുടെ. അതും നിങ്ങൾക്ക് അവർ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ആ ഇൻറ്റിമസി മൊമെൻറ്റ്സ് ഒക്കെ, അതിലും അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സിൽ. ഓക്കെ, അതിലും അവരുടെ ആ സ്നേഹം നിങ്ങൾക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. അവിടെ അവരുടെ മാത്രം ഒരു പേഴ്സണൽ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ പ്രിഫറൻസോ മാത്രമല്ല അവരവിടെ നോക്കുന്നത്. ആ ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സിൽ നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങൾക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യുക, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക എന്നുള്ളതും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവരതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അതായത് ആ ഒരു കെയറിങ് ഉള്ളത് കൊണ്ട്, ആ സ്നേഹം ശരിക്കും ഉള്ളിൽ നിന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളിലെല്ലാം എപ്പോഴും ആ ഒരു നിങ്ങളെയും കൂടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതും നിങ്ങൾക്ക് അവരുടെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പിന്നെ അവരുടെ ആ ഒരു എന്താ പറയുക, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള എന്തൊരു പ്രശ്നം, അല്ലെങ്കിൽ എന്തൊരു കാര്യം അവർക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൽ അവരുടെ മനസ്സുറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്ത് ചാലഞ്ച് വന്നാലും അയ്യോ അതിലൊരു പ്രശ്നം വന്നല്ലോ, എനിക്ക് തോന്നണില്ല ഇത് മറികടക്കാൻ പറ്റുന്നു, അത് ഉപേക്ഷിക്കുന്ന ഒരാളല്ല. വളരെ ഡിറ്റർമൈൻഡ് ആണ്. ഒരു കാര്യത്തിൽ ഉറച്ചൊരു ലക്ഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഒരിക്കലും ആ ലക്ഷ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴോ എന്തെങ്കിലും ഒരു ചാലഞ്ച് വരുമ്പോഴോ അതിനെ മാറി ചിന്തിക്കുന്ന ഒരാളല്ല. വളരെയധികം ധൈര്യമുള്ള ഒരാളാണ്. ഓക്കെ, അതിപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അങ്ങനെ തന്നെയാണ്. സെയിം, അവർക്ക് ആ ഒരു മനസ്സിന് ധൈര്യമുണ്ട്, കാര്യങ്ങൾ ഫേസ് ചെയ്യാനൊരു ധൈര്യമുണ്ട്. പിന്നെ വളരെ ഒരു ലക്ഷ്യം എപ്പോഴും ഒരു ലക്ഷ്യം കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെയാണ് അവരെപ്പോഴും. അല്ലാണ്ട് ഒരു ലക്ഷ്യം കഴിഞ്ഞു എനിക്കൊന്നും പ്രത്യേകിച്ച് നേടാനില്ല, അങ്ങനത്തെ ആളല്ല. വളരെ അംബീഷ്യസ് ആണ് എന്ന് കാണുന്നു. ഇപ്പോൾ ജീവിതത്തിലാണെങ്കിലും നല്ല നിലയിൽ എത്തണം എന്നെപ്പോഴും ആഗ്രഹിക്കുന്ന, ഓക്കെ, ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന, അതുപോലെ കരിയറിലാണെങ്കിലും ഉയരങ്ങളിലേക്ക് എത്തണം, കൂടുതൽ വളർച്ച നേടണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ യാതൊരു മടിയും കൂടാതെ പരിശ്രമിക്കുന്ന ഒരാളാണെന്ന് കാണുന്നു. അതേസമയം ജീവിതം ആസ്വദിക്കുന്ന ഒരാളും കൂടിയാണ്. ഓക്കെ, ജീവിതത്തിൽ ആ ഒരു ആൾ ഫൈനാൻഷ്യലി, നിങ്ങളുടെ വ്യക്തി ഫൈനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വളരെയധികം എന്താ പറയുക, ആ ഒരു പൈസയ്ക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അവരതിനനുസരിച്ച് ജീവിക്കുന്നതാണ്, ദൂർത്തടിച്ചിട്ടൊന്നല്ല. പക്ഷേ ആ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത രീതികളിലും നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം, അപ്ഗ്രേഡ് കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ സാമ്പത്തിക ഉയർച്ചയെ നമ്മൾ അക്നോളജ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ പണം വരുമ്പോഴും നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ജീവിച്ച പോലെ തന്നെ ജീവിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ താഴേക്ക് ജീവിക്കുക, പിശുങ്ങി പിടിച്ച് അങ്ങനെ ജീവിച്ചു പോയാൽ അത് അവിടെ നമ്മൾ ആ പണത്തിനെ അക്നോളജ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൂടുതൽ ദാരിദ്ര്യം ആകർഷിക്കുന്നതിന് തുല്യമാണ്. പിന്നെ മാത്രമല്ല അവർക്ക് നിങ്ങൾ വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്ത്
ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ ലൈഫ് വളരെ പീസ്ഫുള്ളാക്കുക, വളരെ ഒരു എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അവരെപ്പോഴും ഫോക്കസ് ചെയ്യുക. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ്സ് വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവും അവർക്ക്. ഓക്കെ, പിന്നെ മെറ്റീരിയൽ ഗിഫ്റ്റ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് കൂടുതൽ ഹാപ്പി ആക്കാൻ, കൂടുതൽ എളുപ്പമാക്കാൻ, സുഖമുള്ളതാക്കാനായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം, സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. അതാണ് അവരെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് കാണുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ്. അതായത് തുറന്നടിച്ച് വളരെ റൂഡായിട്ട് സംസാരിക്കുന്നു എന്നല്ല, കമ്മ്യൂണിക്കേഷൻ, അവരെ കമ്മ്യൂണിക്കേഷൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് പറയും. അതിങ്ങനെ ഞാൻ എന്താ പറയുക, ഒരു കോഡ് പോലെ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ട് നിങ്ങളത് മനസ്സിലാക്കട്ടെ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ട് തന്നെ പറയും, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഞാൻ എന്നതാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും അത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ഓപ്പൺലി, വളരെ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എല്ലാവരുമായിട്ടൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, ഇപ്പോൾ ആർക്കും വന്ന് എന്തും പറയാം അല്ലെങ്കിൽ എങ്ങനെയും പെരുമാറാം, അതല്ലേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനെയല്ല അവരുടെ ഒരു എനർജി. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹവും ഭയങ്കര റൊമാൻറ്റിക് ഒക്കെ ആണെങ്കിലും മറ്റുള്ളവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ അവർ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ പെർസീവ്, അവരെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി. നിങ്ങൾക്ക് അവരുടെ ആ സ്വീറ്റ് സൈഡ് നിങ്ങൾക്കേ കാണാൻ പറ്റൂ, പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ അവർ വളരെ ഡിസ്റ്റൻ്റ് ആയിരിക്കും, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ഒരു ഹെൽത്തി ബൗണ്ടറി എല്ലാവരായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അവരർഹിക്കുന്ന ആ ഒരു രീതിയുണ്ട്, അവരോട് പെരുമാറേണ്ട രീതി, അവരെ ട്രീറ്റ് ചെയ്യേണ്ട രീതി, അതവർ ശരിക്കും എന്താ പറയുക, അവരുടെ ആ ഒരു എനർജി കൊണ്ട് തന്നെ ആളുകൾ അങ്ങനെ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അവർക്ക് അർഹിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് അവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞു, വളരെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അവർക്ക്. സെൽഫ് റെസ്പെക്റ്റിന് അവർ മറ്റുള്ളവരോട് വളരെ റെസ്പെക്ട്ഫുൾ ആണ്, പക്ഷെ തിരിച്ചും ആ റെസ്പെക്റ്റ് ഉണ്ട് എന്നവർ ഉറപ്പ് വരുത്തും. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് കയറി എല്ലാവരോടും ഫ്രണ്ട്ലി ആകുന്ന ഒരു ക്യാരക്ടറും അല്ല. ഓക്കെ, അതും കാണുന്നുണ്ട്. പിന്നെ സത്യം പറയുക, ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അവർക്ക് പറ്റില്ല. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് ഒരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല, നിങ്ങളിൽ നിന്നൊന്നും മറച്ചു വെക്കില്ല. അവരിപ്പോൾ എല്ലാം നിങ്ങളോട് ഇങ്ങനെ പറയും. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയാൽ അവർ നിങ്ങളോട് പറയും, അത് ചെയ്ത് ശരിയായില്ല കേട്ടോ, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വളരെ ഓപ്പണായിട്ട് അവർ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിഗേർഡ് ആവല്ല വേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേണമെങ്കിൽ ഇത് മനസ്സിലാക്കാം അല്ലേ, അവർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി ഇത് എന്ത് ക്യാരക്ടർ, അത് എങ്ങനെയാണോ, എന്നിട്ട് വേണമെങ്കിൽ എല്ലാവരോടും പോയി പറയാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് എങ്ങനെയാണ്, ഒരു പ്രത്യേക ക്യാരക്ടറാണ് എന്നൊക്കെ പറയാം. പക്ഷെ അതല്ല ചെയ്യണത്. ഓക്കെ, ഇടയിൽ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു, അപ്പോൾ എവിടെ നിർത്തിയെന്ന് എനിക്കൊരു ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന പോയിന്റ് തൊട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അവർക്ക് പോലെ സത്യം പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരൊന്നും നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കില്ല. സത്യം മറച്ചു വയ്ക്കുന്ന പരിപാടി അവർക്കില്ല, അവർക്കത് പറ്റില്ല. നിങ്ങളോട് എപ്പോഴെല്ലാം ഓപ്പണായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടർ കാണുമ്പോൾ അത് ശരിയല്ല, ചെയ്ത് ശരിയല്ല, തെറ്റാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാതിരിക്കാം. അത് വേണമെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷെ അവർ നിങ്ങളോടാണ് പറയാം, നിങ്ങളോടേ പറയൂ. വേറൊരാളുടെ അടുത്ത് പോയി നിങ്ങളുടെ കുറ്റം പറയുന്ന ക്യാരക്ടർ ഇല്ല അവരത് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ന്യായം, ഒരു നീതി വേണം എന്ന്, അല്ലെങ്കിൽ അതുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരാളാണ്. ഏത് കാര്യം ഫെയർ ആയി ചെയ്യുക. ഓക്കെ, അന്യായങ്ങൾ കരുതി കൂട്ടി പ്രവർത്തിക്കുന്ന ഒരാളല്ല. ഓക്കെ, അവരെപ്പോഴും ചെയ്യുന്നത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോഴും മറ്റാർക്കും ദോഷം വരുന്നില്ല എന്ന് അവർ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. ക്ലാരിഫൈ ദ 5 of Pentacles. അവർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, പക്ഷെ അവരിപ്പോൾ വളരെ സക്സസ്ഫുൾ ആണ്. അതായത് നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ, നിങ്ങളുടെ മാരീഡ് ലൈഫിന് ശേഷമുള്ള ക്യാരക്ടറാണല്ലോ നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ അവരൊരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്, പൈസയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ ഒരു സമയം, നിങ്ങളെ മീറ്റ് ചെയ്ത് നിങ്ങളൊരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ അവർ വളരെ സക്സസ്ഫുൾ ആണ്, വളരെ പോപ്പുലറാണ്, അവർക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വന്ന വഴി മറന്നിട്ടുള്ള പെരുമാറ്റമല്ല അവർക്ക്. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ വില അവർക്കറിയാം. ഓക്കെ, പൈസയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു വ്യക്തി ആ ഒരു കഷ്ടപ്പാടിലൂടെ പോകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ അവരെ കൊണ്ട് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും, എങ്ങനെ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും, ആ ഒരു സക്സസ് അച്ചീവ് ചെയ്യാനും, അതുപോലെ
സാമ്പത്തികമായിട്ടുള്ള ഉന്നതി നേടാനും എങ്ങനെ സഹായിക്കാൻ പറ്റും, എങ്ങനെ ആ ഒരു ചാലഞ്ചസൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും, അത് കൃത്യമായി അവർ പറഞ്ഞു കൊടുക്കും. അവർക്ക് പറ്റാവുന്ന സഹായങ്ങൾ അവർ ചെയ്തിരിക്കും. ഓക്കെ, കൂടുതലായി ഞാൻ കാണുന്നത് പൈസ കൊടുത്ത് സഹായിക്കുകയല്ല ചെയ്യാം, അതിനേക്കാൾ കൂടുതൽ അവരെ എങ്ങനെ അത് നേടിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഗൈഡൻസ് കൊടുക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരാളെ പൈസ കൊടുത്ത് സഹായിക്കാം, പക്ഷെ അതിനേക്കാളും ആ വ്യക്തി എഫിഷ്യൻ്റ് ആവണമെങ്കിൽ, അവരവരുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അവർക്കറിയണം എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റണേ എന്നുള്ളത് നേരായ വഴിക്കൂടെ. അതാണ് നിങ്ങളുടെ പങ്കാളി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരത്രയും ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് വരാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക, ക്ഷമയോടെ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും അവരത് കൃത്യമായി അത് എന്താ സമയമെടുത്തിട്ടാണെങ്കിൽ പോലും ആ ചാലഞ്ചിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നിരിക്കും. ഓക്കെ, അവർക്ക് അതിനൊരു ക്ഷമയുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് വേഗം തീർക്കണം, അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം, അങ്ങനെ ഒരു ധൃതി, അനാവശ്യമായ ധൃതിയുള്ള ഒരാളല്ല. അവരത് കൃത്യമായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് ആ പ്രശ്നത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പുറത്തേക്ക് കിടക്കുക. അതും നല്ല രീതിയിൽ അവർക്ക് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിലാണ് അവരതിൽ നിന്ന് പുറത്ത് കിടക്കുക. വിജയം അവരുടെ ഭാഗത്തായിരിക്കും. ആ ചാലഞ്ചിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അത് അവർ ഉറപ്പ് വരുത്തും. ഓക്കെ, ആരെയും ദ്രോഹിച്ചിട്ട് നല്ല പറയണേ, പക്ഷെ അവരർഹിക്കുന്ന കാര്യം എന്താണോ അത് അവർ നേടിയെടുത്തിട്ട് തന്നെയാണ് അതിൽ നിന്ന് പുറത്ത് വരിക. അപ്പോൾ അതിന് കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു മടിയില്ലാത്ത ആളാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം വന്നാൽ അതാ ഞാൻ പറഞ്ഞത്, എത്ര സമയം എടുത്താലും അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇതും അവരുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണെന്ന് കാണുന്നു. പിന്നെ അത് മാത്രമല്ല, അവർക്ക് ടൈം മാനേജ്മെൻറ്റ്, ഈ എല്ലാത്തിനും സമയം കണ്ടെത്തുന്ന, ജീവിതത്തിൽ എത്ര തിരക്കുകളുണ്ടെങ്കിലും എല്ലാത്തിനും സമയം കണ്ടെത്തുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രയോറിറ്റികളുണ്ട്. ഓക്കെ, അവർക്ക് ഓരോ കാര്യങ്ങളുണ്ട്, അവർ മിസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുണ്ട്. അതിനെല്ലാം അവർ സമയം കണ്ടെത്തും. എത്ര ധൃതി ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുമായി സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അവർ മിസ് ചെയ്യില്ല, ഒരിക്കലും മിസ് ചെയ്യില്ല. അതിന് അവരെന്തായാലും സമയം കണ്ടെത്തിയിരിക്കും. അവരുടെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് വളരെ എല്ലാവരും പ്രശംസിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളും അതിൻ്റെ നിങ്ങളത് ഒരുപാട് ആരാധിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും അവർ. ആ ഒരു ടൈം മാനേജ്മെൻറ്റ്, എല്ലാത്തിനും സമയം കിട്ടുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് തിരക്കാണ് എന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാം അല്ലേ, പക്ഷെ അവരത് ചെയ്യില്ല. അവർ ആ ഒരു കാര്യങ്ങൾ, ആ ഒരു മൊമെൻറ്റ്സ്, അത് ചിലപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയൊരു മൊമെൻ്റ് ആയിരിക്കും, പക്ഷെ അവർക്ക് അത് പ്രധാനപ്പെട്ടതാണ്. അവർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അവർക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുണ്ട്. അതായത് നിങ്ങളും പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും, അങ്ങനെ അവരാ കുടുംബം, അത്രയും പ്രിയപ്പെട്ട ആളുകൾ, ആ ആളുകൾക്ക് വേണ്ടി എപ്പോഴും അവർക്ക് സമയം ഉണ്ടായിരിക്കും. എന്തിനു സമയം ഉണ്ടായിരിക്കും, അത് ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും അവർക്ക് സമയം ഉണ്ടായിരിക്കും. അവരുടെ സമയം കണ്ടെത്തും, അവർ വന്നിരിക്കും. ഓക്കെ, ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് വളരെ ഇഷ്ടം ആകുന്ന ഒരു ക്യാരക്ടറാണെന്ന് കാണുന്നു. പിന്നെ യാത്രകൾ ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഏതൊരു സമയം കിട്ടുമ്പോഴൊക്കെ യാത്രകൾ ചെയ്യുക, പുതിയ സ്ഥലങ്ങളെ കണ്ടെത്തുക, പുതിയ സ്ഥലങ്ങളെക്കുറിച്ച് അറിയുക, അതിനൊരു ഇഷ്ടമുള്ള, ഓക്കെ, അത് വളരെയധികം ഒരു ക്യൂരിയസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും അതേപോലെ ആ അറിയുന്ന പോലെ തന്നെ അതിനെ സ്വീകരിക്കുക. അതിനെ ജഡ്ജ് ചെയ്യാനോ അതിനെ കളിയാക്കാനോ ഒന്നും നിൽക്കാതെ അത് അവരുടെ സംസ്കാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കുന്ന, അതിനെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പുതിയ സ്ഥലങ്ങളിൽ പോകാൻ, അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷനിലേക്ക് കടക്കാനൊക്കെ ഒരു ആത്മവിശ്വാസക്കുറവൊന്നുമില്ല. വളരെ ആത്മവിശ്വാസത്തോടെയാണ് പുതിയൊരു കാര്യം, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ആത്മവിശ്വാസത്തോടെയാണ് അവർ മുന്നോട്ട് പോകുക. ഓക്കെ, അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഒരു ധൈര്യത്തോടെ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അവർ തീരുമാനങ്ങളിലൊക്കെ അവർക്ക് അത്രയും വിശ്വാസമുണ്ട് എന്ന് കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ യാത്രകൾ ഒരുപാട് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതും അവർക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അവരത് ആസ്വദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അവർ ആ യാത്രകൾ ചെയ്യുന്നതും ആ യാത്രയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും അവരുടെ ആ ഒരു രീതി, അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ക്യാരക്ടറാണെന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ഒരു മാസമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ജാനുവരി മാസമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജാനുവരി മാസം അവരുടെ ജന്മമാസം ആകാം. ഓക്കെ, പിന്നെ സൺഡേ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ സൺഡേ അവർ ജനിച്ച ദിവസമായിരിക്കാം. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള തീയതികൾ 5, 10, 23. ഓക്കെ, ഈ മൂന്നും അവരുടെ ജനന തീയതികൾ ഇതിലേതെങ്കിലും ഒന്നാകാനുള്ള സാധ്യത കാണുന്നു.
ഇനി നമുക്ക് കുറച്ച് 2 സോഡിയാക് സൈൻസ് കിട്ടിയിട്ടുണ്ട്, ക്യാൻസർ, വിർഗോ. ഓക്കെ, അപ്പോൾ അവർക്ക് ക്യാൻസർ, വിർഗോ പ്ലേസ്മെൻറ്റ് അവർ സൺ മൂൺ റൈസിങ്ങിൽ ഉണ്ടായിരിക്കാം. പിന്നെ നമുക്ക് കുറച്ച് ആൽഫബറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അതുപോലെ തന്നെ അവരുടെ പേരിലുള്ള അവരുടെ ഫസ്റ്റ് നെയിമിലുള്ള ആൽഫബറ്റ്സ് ഇതൊക്കെയാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇ കിട്ടിയിട്ടുണ്ട്, വി, ആർ, പി, ടി, എ. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്മാർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും നേരം ഈ റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിംഗ് ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. താങ്ക് ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൽ, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കാമെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഗ്രൂപ്പ് 3 അവരുടെ ഭാവി ജീവിത പങ്കാളിയിൽ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ഭാവി ജീവിത പങ്കാളിയിൽ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് 2 ഓഫ് സ്വോർഡ്സ് ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഒരു ക്യാരക്ടർ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവരിലുള്ള നെഗറ്റീവ് ട്രൈറ്റ്സ്, അവരിലെ ഇൻസെക്യൂരിറ്റീസ്, ഓക്കെ, അവരുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റക്ക് ആവുമ്പോൾ അത് അവരുടെ ഭാഗത്തുള്ള അവരുടെ നെഗറ്റീവ് എനർജി കൊണ്ടോ അവരുടെ ഏതെങ്കിലും സെൽഫ് ലിമിറ്റിംഗ് ബിലീവോ ഇൻസെക്യൂരിറ്റീസോ ആണ് കാരണമെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും അത് എക്നോളജ് ചെയ്യണം. അതായത് എൻ്റെ ഭാഗത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ തിരുത്തേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് തിരുത്താത്തത് കൊണ്ടാണ് ഞാൻ സ്റ്റക്കായിട്ടുള്ളത് എന്ന ഒരു എന്താ പറയുക ലൈഫിലുണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ യാതൊരു മടിയില്ലാത്ത ആളുമാണ്. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനെ എക്നോളജ് ചെയ്യുന്ന, അതിനെ അവോയ്ഡ് ചെയ്യാതെ എക്നോളജ് ചെയ്ത് അതിനെ റിലീസ് ചെയ്യാനായിട്ട്, ഓക്കെ, അതിനെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേരോടെ പിഴുതെറിയുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ്. അത് അൺകംഫർട്ടബിൾ ആണെന്ന് അറിയാം അവർക്ക്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ ഷാഡോ സൈഡിനൊക്കെ നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മൾ വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ചാലഞ്ചിങ് ആണ് ആ ഒരു കാര്യം. പക്ഷെ അവരത് ചെയ്യും. കാരണം അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, ലൈഫിൽ ആ ഒരു സ്വസ്ഥമായിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന എന്തൊരു കാര്യത്തിനെയും റിലീസ് ചെയ്യാൻ, ഓക്കെ, അവർ അത് എന്താ പറയുക, ഇപ്പോൾ യൂണിവേഴ്സ് ഇടപെട്ടിട്ട് അതൊരു ടവർ മൊമെൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ പോലും അതിനെ അങ്ങനെ തന്നെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അവർക്ക് അവിടെ ആ ഒരു മാറ്റത്തിന്, ആ ഒരു സഡൻ ചേഞ്ചിനെ ഒന്നും അവർ ഭയക്കാനോ അല്ലെങ്കിൽ അതിലാകെ സ്ട്രെസ്ഡ് ആവാനോ നിൽക്കില്ല. അപ്പോൾ അവർ എപ്പോഴും അങ്ങനത്തെ ഒരു പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം ഇത് എൻ്റെ ജീവിതത്തിൽ കാര്യമായൊരു മാറ്റം കൊണ്ടുവരുന്നതിനാണ്, എന്നേലുള്ള ചില എന്താ പറയുക നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് എനർജി പോവാത്തത് കൊണ്ട് അതിനെ ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യാൻ സംഭവിക്കുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിനെ, ആ ഒരു ടവർ മൊമെൻറ്റിൻ്റെ അംഗീകരിക്കുന്ന, അതിൽ സറണ്ടർ ആകുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ. ഓക്കെ, അപ്പോൾ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ കുറവുകൾ എന്താണ്. പക്ഷെ അത് ആ കുറവുകൾ, ഇപ്പം എനിക്ക് അങ്ങനെ ഒരു കുറവുണ്ട്, എല്ലാവരും പെർഫെക്റ്റ് ഒന്നല്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ എന്താ പറയുക അവോയ്ഡ് ചെയ്യുന്നതിന് പകരം അതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനെ റിലീസ് ചെയ്യുക, ഓക്കെ, അതിൽ നിന്ന് ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് അവരെ വളരെ ഇഷ്ടമായിരിക്കും. അവരവരുടെ തെറ്റുകൾ അംഗീകരിക്കുന്ന ഒരാളാണ്, തെറ്റ് സംഭവിച്ചത് അംഗീകരിക്കുന്ന ഒരാളാണ്. ഓക്കെ,
പിന്നെ അവരുടെ ഒരു രീതി എന്ന് പറയണമെങ്കിൽ സെൽഫ് പ്രയോറിറ്റൈസേഷനുള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അതായത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും അവർക്കും പ്രിയപ്പെട്ട ആളുകളെ, അതാണ് അവരുടെ പ്രയോറിറ്റി, എപ്പോഴും പ്രയോറിറ്റി ആയിരിക്കും. അപ്പം നിങ്ങളും അവരുടെ ഒരു പ്രയോറിറ്റിയാണ്. അപ്പം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കോ ഒക്കെ എപ്പോഴും ഒരു സ്വസ്ഥമായിട്ടുള്ള ലൈഫ് ഉണ്ടാകണം അതിലാണ് അവരുടെ ഫോക്കസ് എപ്പോഴായിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ വരുമ്പോൾ ഇവരെന്നെ മുൻകൈ എടുത്തിട്ടാണ് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതും ആ സമാധാനം ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങൾ ഒരുമിച്ചുള്ള കുടുംബത്തിൻ്റെയും ആ ഒരു സുഖമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ജീവിതം അത് അങ്ങനെ ആയിരിക്കണം, വളരെ സ്വസ്ഥമായിട്ടുള്ള ജീവിതമായിരിക്കണം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് മുന്നിൽ കണ്ട് നിങ്ങളുടെ ലൈഫ് സുഖമാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ. ഓക്കെ, അതായത് അപ്പം അതിനനുസരിച്ച് ഫൈനാൻഷ്യൽ ഡിസിപ്ലിനൊക്കെ കൊണ്ടുവന്ന് ഫൈനാൻഷ്യൽ ഒരു വെൽത്ത് ക്രിയേഷനിലൊക്കെ ഫോക്കസ് ചെയ്ത് അപ്പോഴല്ലേ നമുക്ക് കാലാകാലം ഒരേ ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിനേക്കാൾ ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഉയർച്ച കൊണ്ടുവരിക അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പിന്നെ സെൽഫ് കെയർ ഉണ്ട് അവരെപ്പോഴും എന്താ പറയുക, ഒരാൾ അറിഞ്ഞുകൊണ്ട് അവരെ ദ്രോഹിക്കുന്നതിനോ ചൂഷണം ചെയ്യുന്നതിനോ അവർ നിന്ന് കൊടുക്കില്ല. ഓക്കെ, അവരുടെ സമാധാനം, അവരുടെ സന്തോഷം, അവരുടെ ഒരു എന്താ പറയുക ലൈഫിൽ അവരനുഭവിക്കേണ്ട ആനന്ദം, അതിനൊക്കെ അവർ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഒരു ഹെൽത്തി വേയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഒരു നാർസിസിസ്റ്റ് വേയിലല്ല പറയണേ. അവരുടെ മാത്രം സന്തോഷം, അവരുടെ മാത്രം സുഖം ബാക്കിയുള്ളവരൊക്കെ അതിനു വേണ്ടി അനുഭവിച്ചോട്ടെ, അങ്ങനെയല്ല. ഒരു ഹെൽത്തി വേയിലുള്ള ആ ഒരു സെൽഫ് പ്രയോറിറ്റൈസേഷൻ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ സെൽഫ് കെയർ റുട്ടീനൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര തിരക്കുള്ള ദിവസങ്ങളാണെങ്കിലും അവരെ സെൽഫ് കെയർ റുട്ടീനൊക്കെ തന്നെ കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് അവരുടെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണെന്ന് കാണുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്വസ്ഥത, ലൈഫിൽ ആ ഒരു സ്വസ്ഥത എപ്പോഴും ആഗ്രഹിക്കുന്ന, അതെപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലൈഫ് എപ്പോഴും പീസ്ഫുൾ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് തന്നെയാണ് കോൺസ്റ്റൻ്റ്ലി അവരുടെ ഫോക്കസും ആയിരിക്കുക. ഓക്കെ, പിന്നെ വളരെയധികം നിങ്ങൾക്ക് വിശ്വസിക്കാം, അതായത് അവരുടെ ഒരു മറ്റുള്ളവരെ എല്ലാവരിലും ഒരു വിശ്വസ്തത നേടിയെടുക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന, ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം വളരെ വിശ്വാസത്തോടെ അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വിശ്വാസത്തോടെ അവരോട് പറയാം. അവരതുപോലെ തന്നെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഓക്കെ, അത് നിങ്ങളും തന്നെയല്ല, അപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും അവരോട് വന്നിട്ട് ഒരു രഹസ്യം പറയാണ്, അവർ എന്താ പറയുക സീക്രട്ടായിട്ട് വെക്കണം, വളരെ സെൻസിറ്റീവാണ്, ആരോടും പറയരുതെന്ന് പറയുമ്പോൾ അവരത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായി? അല്ലെങ്കിൽ അത് വെച്ചിട്ട് നാളെ അത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയോ ചൂഷണം ചെയ്യുകയോ അവനൊന്നും ചെയ്യില്ല. അവരത് റെസ്പെക്ട് ചെയ്യും, അവരത് ആരോടും പറയില്ല. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒരാളാണ്. അതിപ്പോൾ രഹസ്യങ്ങൾ എന്ന് മാത്രമല്ല, ഏതൊരു കാര്യത്തിലും ഇവരെ വിശ്വസിക്കാം, കണ്ണടച്ച് വിശ്വസിക്കാം. അത്രയും ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, സിൻസിയറാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളൊക്കെ അവർ വളരെ സിൻസിയറാണ് എന്ന് കാണുന്നു. പിന്നെ അതും നിങ്ങൾക്ക് അവരിഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. പിന്നെ അവരുടെ വേറൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന മാറ്റങ്ങൾ, ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയൊക്കെ അത് അതേ സ്പിരിറ്റിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് വിചാരിക്കുന്നതിന് പകരം ഇതൊരു എന്താ പറയുക യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് എൻ്റെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കുന്നതിനും ഒക്കെ യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആണെങ്കിൽ എസ്പെഷ്യലി എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് കണ്ടുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, അത് എക്സൈറ്റ്മെൻറ്റോട് കൂടെ തന്നെ അതിൽ ഇൻവോൾവ് ആകുന്ന ഒരാളാണ്. അത് ചുമ്മാ ഇൻവോൾവ് ആകല്ല, അതിൽ നിന്ന് അവർ സക്സസ്ഫുള്ളിയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എത്ര അഡ്വഞ്ചറസ് ആണെങ്കിലും അതിൽ അവർ എന്താ പറയുക കെയർലെസ് ആയിട്ടല്ല വിട്ടുപോകണം. അവരെടുക്കുന്ന റിസ്ക് ഒക്കെ കാൽക്കുലേറ്റഡ് റിസ്ക്കാണ്. അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ, റിസ്ക് ആണെങ്കിൽ എസ്പെഷ്യലി. ഓക്കെ, പിന്നെ ഏതൊരു കാര്യത്തിൽ ഇൻവോൾവ് ആകുന്നതിന് മുൻപ് അത് കുറച്ച് റിസ്കി ആണെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷമേ അവരതിൽ ഇൻവോൾവ് ആകുള്ളൂ. പക്ഷെ അവർ അത് ഫേസ് ചെയ്യാൻ വളരെ എക്സൈറ്റഡ് ആയിരിക്കും, കോഷ്യസ് ആയിട്ട്, വളരെ പേടിച്ചൊന്നുമല്ല പോവുക. പക്ഷെ അവർക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കും അതിൻ്റെ റിസ്ക് എങ്ങനെയാണ്, എന്താണ് കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെയാണ് കോൺസിക്വൻസസ് എന്ന് കൃത്യമായൊരു ബോധ്യം ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതും നിങ്ങൾക്ക് അവരിഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഏതൊരു കാര്യത്തിൽ ഏതൊരു പ്രശ്നങ്ങളെയും സമീപിക്കുന്ന രീതി. പിന്നെ വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ലൈഫിലെ അവസാനങ്ങൾ, ചില കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്.
പലപ്പോഴും നമുക്ക് പറ്റാത്തൊരു കാര്യം അതാണ് അല്ലേ. ചില കാര്യങ്ങൾ അവസാനിച്ചു പോകുമ്പോൾ നമുക്കത് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടത് അവസാനിച്ചു, എന്താ സംഭവിച്ചത്, എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു പോകണമെങ്കിൽ അത് നമുക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് എന്നൊരു ആ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു സത്യം അത് നമ്മൾ അംഗീകരിക്കാൻ പലപ്പോഴും മടിക്കുകയാണ്, അല്ലെങ്കിൽ അതിനറിഞ്ഞുകൊണ്ട് അതിനെ അവോയ്ഡ് ചെയ്യുകയാണ്. കാരണം ആ ഒരു സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞാൽ സത്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അവർക്കൊരു കാര്യം അറിയാം, യൂണിവേഴ്സ് അവരുടെ ജീവിതത്തിലേക്ക് പുതിയ അധ്യായങ്ങൾ കൊണ്ടുവരുന്നത് അവരുടെ നല്ലതിനാണ്. അതുപോലെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യങ്ങൾ എടുത്തു മാറ്റുന്നതും അവരുടെ നല്ലതിനാണ്. അത് അവർക്കറിയാം. ഓക്കെ, അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലല്ലാതെ നടക്കുന്ന ഈ മാറ്റങ്ങൾ, അവസാനങ്ങളും പുതിയ തുടക്കങ്ങളും, പ്രത്യേകിച്ച് അവരുടെ നിയന്ത്രണത്തിലല്ലാതെ നടക്കുന്നത് അത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് എൻ്റെ നല്ലതിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അപ്പോൾ ആ ഒരു ജീവിതത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി അത് വളരെ ഒരു അഡ്മയറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവരുടെ. ഒരു പ്രശംസ അർഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം ആ ഒരു മെച്യൂരിറ്റി ഭൂരിഭാഗം ആളുകൾക്കും ഇല്ലാത്തതാണ്. പലപ്പോഴും ആളുകൾ എന്താ ശ്രമിക്കുക, കഴിഞ്ഞു പോയ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും തിരിച്ചു വേണം അതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കും. അതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉണ്ടോ, അതിനേക്കാൾ നല്ലത് എനിക്ക് ചിലപ്പോൾ ഉള്ളതുകൊണ്ടായിരിക്കും എൻ്റെ നിന്ന് ഇതെടുത്ത് മാറ്റിയത് ചിലപ്പോൾ എനിക്ക് നല്ലതല്ലാത്തതുകൊണ്ടായിരിക്കും. ഇങ്ങനത്തെ ചിന്തകളൊന്നുമല്ല. എനിക്ക് തിരിച്ചു വേണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പം അത് ആ ഒരു ക്യാരക്ടർ അത് അവരുടെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളത് ഒരു തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ അത് ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും അത്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ നടക്കുന്ന അവസാനങ്ങൾ, തുടക്കങ്ങളെയൊക്കെ വരുന്നത് പോലെ സ്വീകരിക്കാൻ, അത് യൂണിവേഴ്സിറ്റി തീരുമാനമാണ്, അത് എനിക്ക് നല്ലതാണ് എന്നൊരു ബോധ്യത്തോടുകൂടെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളും പരിശ്രമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ലിമിറ്റേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, പിന്നെ വളരെ കോൺഫിഡൻറ്റുമാണ്, വളരെ ക്രിയേറ്റീവുമാണ് അവർ. അപ്പോൾ ഏതൊരു കാര്യത്തിനെയും അവർ വളരെ ക്രിയേറ്റീവായിട്ടാണ് ഹാൻഡിൽ ചെയ്യാമെന്ന് കാണുന്നു. പിന്നെ അവരുടെ ഒരു കോൺഫിഡൻസ്, ഓക്കെ, അവരെന്തൊരു കാര്യം എന്തൊരു ലക്ഷ്യം ഉണ്ടായാലും അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവരുടെ ഒരു കോൺഫിഡൻസ്, അതും നിങ്ങൾക്ക് അവരെ വളരെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. കേൾക്കുന്നത് അസാധ്യമായ ഒന്നുമില്ല. അപ്പോൾ അവരുടെ ഒരു ഇത് അങ്ങനെയാണ്, അവർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കാരണം അവർ എന്തിനു വേണ്ടിയിട്ടാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ അവർ പരിശ്രമിക്കുന്നത്, അവർക്ക് എന്തായാലും കിട്ടിയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് അവർക്ക്. അവരുടെ കഴിവുകളിലും അവർക്ക് ആ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു ഗൈഡൻസിലും ഒക്കെ വിശ്വാസമുണ്ട്. അവരുടെ മാനിഫെസ്റ്റേഷൻ പവറിൽ അവർക്ക് അത്രയും വിശ്വാസമുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ അവർ വളരെയധികം ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയുന്ന ഒരാളാണ്. അതിനെങ്ങനെ വളച്ച് കെട്ടി കുറച്ച് മധുരമൊക്കെ ചേർത്ത് അങ്ങനെയൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയും. ചിലർക്ക് അത് കേൾക്കുമ്പോൾ അത് ആക്സെപ്റ്റ് കുറച്ച് വിഷമം ഉണ്ടാവുമായിരിക്കും. പക്ഷേ നിങ്ങളതിനോട് ശീലിക്കും. കാരണം അവരാ പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ, അവരുടെ ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഡയറക്റ്റായിട്ട് കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഒരു വിഷമമൊന്നും ഉണ്ടാക്കില്ല. തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങളാകുന്ന എന്ന് ചിന്തിക്കാം. പക്ഷേ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും അവർ പറയുന്നത്, അവർ ഡയറക്റ്റായി പറയുന്ന കാര്യങ്ങൾ അവരുടെ ഉദ്ദേശം നല്ലതാണ്. ഓക്കെ, അത് അവരുടെ ഒരു ക്യാരക്ടറാണ്. പിന്നെ വളരെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്. ആളുകളൊക്കെ ആയിട്ട് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതിനൊരുപാട് ഫ്രണ്ട്സൊന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ല. വളരെ സെലക്റ്റീവാണ് ഇവരുടെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലും. പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവരെ അടുപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളുടെ കാര്യത്തിലും ഇവർ വളരെ സെലക്റ്റീവാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് അടുക്കുന്നതിന് മുൻപും ഇവർ കുറച്ച് സമയം എടുക്കും ഡെഫിനറ്റ്ലി. ഓക്കെ, എന്നിട്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത്. കാരണം അവർ അത്രയും ഉറപ്പുള്ള ആളുകളെ മാത്രമേ അവരുടെ ലൈഫിലേക്ക്, അവരുടെ ആ പേഴ്സണൽ സ്പേസിലേക്ക് അവർ കൊണ്ടുവരുള്ളൂ. പിന്നെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്. ഒരു വ്യക്തി എങ്ങനെയാണോ അവരെ ഹാൻഡിൽ ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് അവർ തിരിച്ചും ട്രീറ്റ് ചെയ്യുക. അതിലവിടെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ വളരെ സിൻസിയറായിട്ട് വളരെ സ്നേഹത്തോടെ നിൽക്കുന്നവർക്ക് അതേ ആ സിൻസിയറിറ്റിയും കെയറും അവർ തിരിച്ചു കൊടുക്കും. എന്നാൽ എന്താ പറയുക, കുറച്ചൊരു എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന, ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന, അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ ഒരു ഡിസ്റ്റൻസിൽ തന്നെ കീപ്പ് ചെയ്യും. ഓക്കെ, അവർ അർഹിക്കുന്ന ഓരോ വ്യക്തികളും അവരെ അർഹിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ത് ചെയ്യാം, അവരെ ട്രീറ്റ് ചെയ്യാം. ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. പിന്നെ നിങ്ങളുമായിട്ട് ആ ഒരു പരസ്പരം ബഹുമാനിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന ഒരു ബഹുമാനം ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങളുടേതായ ഒരു സ്ഥാനമുണ്ട്. നിങ്ങളൊരു ബഹുമാനം അർഹിക്കുന്ന വ്യക്തിയാണ്. അതൊക്കെ അവർക്ക് എപ്പോഴും ആ ഒരു കൺസിഡറേഷനോട് കൂടിയാണ് അവർ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതും നിങ്ങളുമായിട്ട് ഇടപെടുന്നതെല്ലാം.
ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ ഒരു തരത്തിലും എന്താ പറയുക നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാത്ത വിധമാണ് അവർ നിങ്ങളോട് ഇടപഴകുക. അവരത്രയും നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ സ്പേസിനെയും നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഫ്രീഡത്തിനെയും നിങ്ങൾ എന്ന പേഴ്സൺ ആ ഒരു വ്യക്തിയെ അവരൊരുപാട് റെസ്പെക്റ്റ് ചെയ്യും എന്ന് കാണുന്നു. പിന്നെ ഒരു എന്താ പറയുക, നിങ്ങൾ തന്നെ എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കുക ആ വ്യക്തി തിരിച്ചിങ്ങോട്ടൊന്നുമില്ല, ആ ഒരു അവസ്ഥയല്ല. അവർ കൃത്യമായിട്ട് എന്താ നിങ്ങളെങ്ങനെയാണോ അവർ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവർ തിരിച്ചും ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് കെയറും ഒരുപാട് സ്നേഹം കൊടുക്കുമ്പോൾ അത് തിരിച്ചും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തിയിരിക്കും. നിങ്ങളുടെ വളരെ ഒരു സ്ട്രോങ് ഫാമിലി, ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി വുമൺ ആണ്. അവരുടെ പ്രയോറിറ്റി നിങ്ങളുടെ കുടുംബം, നിങ്ങൾ ഒരുമിച്ചുള്ള കുടുംബം, ഓക്കെ, നിങ്ങളുടെ കുട്ടികൾ, ഇതാണ് അവരുടെ ലോകം എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ ടോപ്പ് പ്രയോറിറ്റി. എപ്പോഴും നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഓക്കെ ജീവിതം നന്നായിട്ടിരിക്കുക, നല്ല ഫൈനാൻഷ്യലി എസ്പെഷ്യലി നല്ല സൗണ്ട് ആയിട്ടുള്ള ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജീവിതം പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെയാണ് അവരുടെ ടോപ്പ് പ്രയോറിറ്റി ആയിരിക്കാം. ഏത് ചെയ്യുമ്പോഴും അവർ എപ്പോഴും അവർ ചിന്തിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും കുറിച്ചിട്ടാണ്. ഓക്കെ, ആ ഒരു പ്രയോറിറ്റിയാണ് എപ്പോഴും ഏതൊരു കാര്യത്തിനും, എന്തൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അതെങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടാണ് അവർ തീരുമാനിക്കുക. ഓക്കെ, പിന്നെ വളരെ പ്രൊട്ടക്റ്റീവാണെന്ന് കാണുന്നു. നിങ്ങളെക്കുറിച്ച് വളരെ പ്രൊട്ടക്റ്റീവാണ്. ചിലപ്പോൾ ഒരു പൊസസീവ് ക്യാരക്ടറൊക്കെ ഉണ്ടാകാം കേട്ടോ, അങ്ങനത്തെ ഒരു ഛായ കാണുന്നുണ്ട്. കുറച്ചൊരു പൊസസീവ്നെസ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ വളരെ കൂടുതലായിരിക്കും. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വന്നാൽ കുറച്ചൊന്ന് സ്റ്റക്ക് ആവും ഡെഫിനറ്റ്ലി. പക്ഷേ അവർ ആ കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കും. അതിനുള്ള അവസരങ്ങളാണ് അവർ നോക്കുക. ഒരിക്കലും അവർ കൺഫ്യൂസ്ഡ് ആണ് എന്നാൽ പിന്നെ അത് വേണ്ട എന്ന് വെക്കില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ ആ കൺഫ്യൂഷൻ എങ്ങനെ മാറ്റിയെടുക്കാം, ക്ലാരിറ്റി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിലാണ് അവർ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവരെപ്പോഴും ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം സോൾവിങ് ഒരു ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അവർ വളരെ ഒരു റൊമാൻറ്റിക് എനർജിയാണ് നിങ്ങളോട് എന്നുള്ളത് എനിക്ക് കാണുന്നു. നിങ്ങളോടുള്ളൊരു അപ്രോച്ച് എപ്പോഴും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ നിങ്ങളൊരു അറേഞ്ച് മാരേജ് സിനാരിയോയിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ തുടക്കം മുതൽ ഉണ്ടാകുന്ന ഒരു പ്രണയം അത് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ പ്രണയകാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ആ ഒരു എന്താ പറയുക ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിക്കും. അവരുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളും ആ ഒരു എഫേർട്ട് എടുക്കുമ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മുന്നോട്ട് പോവുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ എപ്പോഴും എന്ത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ ആ ക്ലാരിറ്റി കിട്ടുന്നതിനായിട്ട് അവർ ഫോക്കസ് ചെയ്യും. അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് അവരെപ്പോഴും വർക്ക് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ്. സാധാരണ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ നമ്മളാകെ സ്റ്റക്കായി പോവുക ചെയ്യല്ലേ, എന്താ ചെയ്യാന്നറിയില്ല, എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇതിനൊരു ക്ലാരിറ്റി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല ആൾ ചെയ്യുക. ആൾക്കൊരു ശരിയാണ് സ്റ്റക്കാവുമെങ്കിലും അത് പക്ഷെ വളരെ കുറച്ച് സമയത്തേക്ക്. പിന്നെ അവർ ഇതിനൊരു സൊല്യൂഷൻ കിട്ടണമല്ലോ. അപ്പോൾ ഇതിൽ ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അവരെ അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്യാം അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി കൊണ്ടുവന്ന് ആ ക്ലാരിറ്റി കിട്ടി ആ ഡിസിഷൻ എന്താണ് എടുക്കേണ്ടത് ആ ഡിസിഷൻ എടുത്ത് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവർക്കുള്ളത്. ഒരിക്കലും ഇമോഷണലി എന്താ പറയുക അനാവശ്യമായിട്ട് ഇമോഷൻസ് കുത്തി നിറച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക പ്രത്യേകിച്ച്. ഓക്കെ, അതിൽ ഇമോഷൻസിനെ ഒരുപാട് കൊണ്ടുവന്ന് അതുകൊണ്ട് സ്റ്റക്കാവുന്നൊരവസ്ഥ അവരെപ്പോഴും അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഓരോ സിറ്റുവേഷനും അതിൽ വേണ്ടുന്ന ആ ഒരു ഇമോഷണൽ എലമെൻറ്റ് മാത്രമേ അവർ യൂസ് ചെയ്യുള്ളൂ. ഒരുപാട് ഇമോഷൻസ് അതിലേക്ക് കൊണ്ടുവരില്ല. ഓക്കെ, എന്ത് ഡിസിഷൻസും ഇമോഷൻസിൻ്റെ പുറത്ത് എടുക്കുന്ന ഒരാളും അല്ല. അതും കാണുന്നുണ്ട്. അവർ ആ ലോജിക്കൽ സൈഡ് വളരെ ബാലൻസ്ഡ് ആണ് ഇമോഷണൽ സൈഡിനോട്. അപ്പോൾ രണ്ടും ആ ലോജിക്കൽ സൈഡും ഇമോഷണൽ സൈഡും ആ ഒരു പെർഫെക്റ്റ് ബാലൻസിൽ നിന്നുകൊണ്ടാണ് അവരെപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച ക്ലൂസ് എന്തൊക്കെയാണ് ലഭിക്കണേന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലൂസ് ഒക്കെ ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ഫ്രൈഡേ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഫ്രൈഡേ അവർ ജനിച്ച ദിവസമായിരിക്കാം.
പിന്നെ നമുക്ക് ടോറസ് പ്ലേസ്മെൻറ്റും ജെമിനായി പ്ലേസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അവരുടെ സൺ മൂൺ റൈസിങ്ങിൽ ഈ ടോറസ് ജെമിനായി പ്ലേസ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം. പിന്നെ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്, ആൽഫബറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അവരുടെ ഈ 3 ഇനീഷ്യൽസ് ആണ് ഉണ്ടാകുക കേട്ടോ. O H X J D ഇനീഷ്യൽസ് എല്ലാം ഉണ്ടാവും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ അവരുടെ ജനന തീയതി ഉണ്ടായിരിക്കാം 13, 15, 28, 30. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ സംബന്ധിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും നേരം റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിംഗിൽ ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. മറ്റു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു.